അപ്പം നമ്മുടെ ഈ അയർലൻഡിലൊക്കെ ഉള്ള റോസ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയല്ലേ. അപ്പം ഈ റോസ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയാൽ കിളിക്കുമോ? എന്നാല് ഞാൻ കൊണ്ടുപോയിട്ട് കിളിക്കും കേട്ടോ. അപ്പൊ അതെങ്ങനെ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റോസക്കാമ്പ് ഒത്തിരി മുറ്റിയ വലിയ കമ്പൊന്നുമില്ല, ചെറിയ ചെറിയ കമ്പുകൾ എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ചരിച്ചതിനെ വെട്ടണം. വെട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പീസാക്കിയിട്ട് നമ്മൾ അതിനിങ്ങനെ ചുറ്റണം. അതിൻ്റെ താഴത്തെ വശം ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കണം. അപ്പം അത് കുതിർന്നിരിക്കും. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ നനവ് ഇതിൻ്റെ സൈഡിൽ അകത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കൊണ്ടുപോകുന്ന വെച്ചാൽ കുറച്ച് മണ്ണെടുക്കുക. ഒരു ക്ലിങ് ഫിലിമിലേക്ക് കുറച്ച് മണ്ണെടുക്കുക. ഒത്തിരി മണ്ണൊന്നും വേണ്ട, കുറച്ച് മണ്ണെടുക്കുക. നനഞ്ഞ മണ്ണായിരിക്കണം. എന്നിട്ട് നമ്മൾ ആ മണ്ണ് അതിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കുക. എന്നിട്ട് നമ്മൾ എത്ര കമ്പ് കൊണ്ടുവന്നോ അത്രയും കമ്പുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനിങ്ങനെ ചുറ്റിക്കെട്ടുക. പിന്നെ നമ്മളിത് ഇങ്ങനെ ക്ലിങ് ഫിലിം വെച്ച് തന്നെ ഫുള്ളി കവർ ചെയ്യണം. കവർ ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടിയിൽ വെച്ച് ഒരു നനവ് ഉണ്ടായിരിക്കണം, ഈ മണ്ണിനും നനവായിരിക്കണം. ഇനി ഇത് കൊണ്ടുപോയിട്ട് നാട്ടിൽ കൊണ്ടുപോയതിന് ശേഷം നമ്മൾ ഏത് ചട്ടിയിലേക്കാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, ആ ചട്ടിയിൽ ഡയറക്റ്റ് മാറ്റി 1 2 ഒക്കെ, ഇപ്പം നമ്മളൊരു 5 6 കമ്പ് കൊണ്ടുവന്നേ 6 ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു 3 ചട്ടിയിലേക്ക് ഒരു ചട്ടിയിൽ 2 എണ്ണം വീതമൊക്കെ മാറ്റി നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനെ പിന്നെ മാറ്റി ഇളക്കി വെക്കരുത്. കാരണം വേര് പൊട്ടി ഒന്ന് കിളിച്ചു കഴിഞ്ഞ് വേര് ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇത് കിളിക്കത്തില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വീട്ടിലിപ്പോൾ പൂവായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫോട്ടോയും കൂടെ ഞാൻ കാണിക്കാം. അപ്പം ഞാൻ പല കളർ കൊണ്ടുപോയി ഇപ്രാവശ്യം പോയപ്പോഴും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കൊണ്ടുപോയി വെച്ച റോസാക്കാമ്പാണ് ഈ കാണുന്നത്. ഇപ്പം പൂവൊക്കെ ആയിട്ടുണ്ട്, മുട്ട് വിരിഞ്ഞു. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇങ്ങനെയുള്ളൊക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.